ഫ്രണ്ട്സ്, കൃഷിമിത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷെയ്ഡ് നെറ്റ് ഹൗസിൽ എങ്ങനെ വിജയകരമായി പാവൽ കൃഷി ചെയ്യാമെന്നാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഏകദേശം 2 മാസത്തിൽ കൂടുതൽ പ്രായമായ ചെടികളാണ്. മായ എന്ന വെറൈറ്റിപ്പെട്ട പാവലാണ് നമ്മളിവിടെ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഓട്ടോമാറ്റിക്കലിലായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്രോ ബാഗുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും സെൻസറുകളുടെ സഹായത്തോടുകൂടി നിശ്ചിത ഇടവേളകളിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ വെള്ളത്തിൽ തന്നെ ലയിപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഷെയ്ഡ് നെറ്റ് ഹൗസിൽ പാവൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് ലഭിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഡ് നെറ്റ് ഹൗസിൽ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ കീടങ്ങളുടെ ആക്രമണം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പ്, യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്, ഫിറമോൺ ട്രാപ്പ് മുതലായവ നമ്മൾ ഷെയ്ഡ് നെറ്റ് ഹൗസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഷെയ്ഡ് നെറ്റ് ഹൗസിന് മുകളിലായിട്ട് കർട്ടനുകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഫിറമോൺ ട്രാപ്പാണ്. ഫിറമോൺ ട്രാപ്പ് നമ്മൾ ഫിറമോൺ കൊണ്ട് അതിൻ്റെ സഹായത്തോടു കൂടി കായ്ച്ചകൾ ഇതിൽ വന്ന് വീഴുന്നു. നമ്മളിതിൽ പോയിസൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഡെഡ് ആവുന്നതാണ്. പാവലൊക്കെ ഏകദേശം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 നിരകളിലായിട്ടാണ് നമ്മളിവിടെ പാവൽ കൃഷി ചെയ്തിരിക്കുന്നത്. വളരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് നമ്മൾ പാവൽ കൃഷിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പാവലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത് പുറമേ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് കീടങ്ങളുടെ ആക്രമണം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഡ് നെറ്റ് ഹൗസിൽ പാവൽ കൃഷി ചെയ്യുന്നത്. ഇതാണ് സെൻസറുകൾ. നമ്മുടെ പോളി ഹൗസിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഈ സെൻസറുകളുടെ സഹായത്തോടു കൂടിയാണ് എത്തുന്നത്.